നമസ്കാരം സുഹൃത്തെ. ജീവിതമെന്ന ഈ വലിയ യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? പണമോ പ്രശസ്തിയോ വലിയ വീടോ ഒന്നുമല്ല, മറിച്ച് മനസ്സമാധാനത്തോടെ തല ചായ്ക്കാൻ ഒരിടം. ആ ഇടം നമ്മുടെ വീടാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏത് യുദ്ധവും നമുക്ക് ജയിക്കാം. പക്ഷേ ഇന്ന് നമുക്ക് ചുറ്റുമൊന്ന് നോക്കൂ. എന്തുകൊണ്ടാണ് മിക്ക ദാമ്പത്യങ്ങളിലും വിള്ളലുകൾ വീഴുന്നത്? എന്തുകൊണ്ടാണ് സ്നേഹിച്ചു തുടങ്ങിയവർ പാതിവഴിയിൽ വെറുപ്പോടെ പിരിയുന്നത്? അവിഹിത ബന്ധങ്ങളും വഞ്ചനകളും സംശയങ്ങളും കൊണ്ട് പല വീടുകളും ഇന്ന് നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഇതിനെല്ലാം കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഒരു രാജാവിനെ സൃഷ്ടിക്കാൻ മാത്രമല്ല, ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കാനും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഭർത്താവും ഭാര്യയും അറിഞ്ഞിരിക്കേണ്ട, ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ചില നിയമങ്ങൾ ചാണക്യനീതിയിലുണ്ട്. ഈ നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ ദാമ്പത്യത്തിലേക്ക് കടന്നുവരാൻ ഒരു വഞ്ചനയ്ക്കും കഴിയില്ല. ഒരു മൂന്നാമന് നിങ്ങളുടെ ഇടയിൽ സ്ഥാനമുണ്ടാകില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു ഉപദേശമല്ല, മറിച്ച് പ്രായോഗികമായ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ദാമ്പത്യം തകരാതിരിക്കാൻ, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധത്തെ തിരിച്ചുപിടിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ വിവാഹിതനായാലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളായാലും ഈ അറിവ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ശ്രദ്ധയോടെ കേൾക്കുക. ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിനുള്ള വഴികാട്ടിയാണ്. ആദ്യം തന്നെ ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ദാമ്പത്യമെന്നത് രണ്ട് ശരീരങ്ങളുടെ കൂടിച്ചേരലല്ല, അത് രണ്ട് മനസ്സുകളുടെ, രണ്ട് സംസ്കാരങ്ങളുടെ ലയനമാണ്. ഒരു രഥത്തിന് രണ്ട് ചക്രങ്ങളും ഒരേ വലിപ്പത്തിലും ഒരേ വേഗതയിലുമായിരിക്കണമെന്ന് പറയുന്നത് പോലെയാണ് ഭാര്യാഭർത്താക്കന്മാർ. ഇതിലൊരാൾക്ക് വേഗത കൂടിയാലോ കുറഞ്ഞാലും ആ രഥം മറിഞ്ഞു വീഴും. ചാണക്യൻ ചോദിക്കുന്നു, എപ്പോഴാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ നരകമനുഭവിക്കുന്നത്? അതിന് അദ്ദേഹം നൽകുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. ദുഷ്ടയായ ഭാര്യ, ശഠനായ സുഹൃത്ത്, അനുസരണയില്ലാത്ത ഭൃത്യൻ, പാമ്പുകളുള്ള വീട് എന്നിവ മരണത്തിന് തുല്യമാണ്. ഇവിടെ ഭാര്യ എന്ന വാക്കിനെ നമുക്ക് പങ്കാളി എന്ന് വിശാലമായി കാണാം. അതായത് സ്നേഹമില്ലാത്ത, എപ്പോഴും വഴക്കിടുന്ന, സംശയിക്കുന്ന ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കുന്നത് കൊടും വിഷമുള്ള പാമ്പിനൊപ്പം ഒരേ മുറിയിൽ കഴിയുന്നത് പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും കടിയേൽക്കാമെന്ന് ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? സമാധാനമാണോ അതോ ഭയമാണോ അവിടെയുള്ളത്? ചാണക്യൻ പറയുന്നു, ഒരു നല്ല ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസം അന്ധമാകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പലപ്പോഴും നമ്മൾ പറയും, എനിക്കെന്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ണടച്ച് വിശ്വാസമാണ് എന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നത് കണ്ണടച്ചുള്ള വിശ്വാസമല്ല, മറിച്ച് കണ്ണ് തുറന്നുള്ള ജാഗ്രതയാണ് സ്നേഹത്തെ നിലനിർത്തുന്നത് എന്നാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് ചഞ്ചലമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറിയേക്കാം. അതുകൊണ്ട് പങ്കാളിയുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അത് സംശയരോഗമല്ല, മറിച്ച് കരുതലാണെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ഒരു പൂന്തോട്ടം എത്ര മനോഹരമാണെങ്കിലും അതിൽ കളകൾ വളരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് തോട്ടക്കാരന്റെ കടമയാണ്. കളകൾ വളർന്ന് പൂച്ചെടികളെ നശിപ്പിച്ച ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുപോലെ ദാമ്പത്യത്തിൽ ചെറിയ ചെറിയ അസ്വാസരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് പരിഹരിക്കണം. ഇവിടെയാണ് ചാണക്യന്റെ രഹസ്യ സൂക്ഷിപ്പ് എന്ന തത്വം പ്രസക്തമാകുന്നത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ രഹസ്യങ്ങൾ പാടില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിലെ രഹസ്യങ്ങൾ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ, നിങ്ങളുടെ വഴക്കുകൾ, ഇവയൊന്നും ഒരു കാരണവശാലും വീടിന്റെ 4 ചുവരുകൾക്ക് പുറത്തു പോകാൻ പാടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്നറിയാമോ? ഭർത്താവുമായുള്ള ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഭാര്യ അത് തന്റെ വീട്ടുകാരുമായോ സുഹൃത്തുക്കളുമായോ പങ്കുവയ്ക്കുന്നു. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങൾ പുറത്തു പറയുന്നു. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങളുടെ ദാമ്പത്യത്തിലെ വിള്ളലുകൾ പുറത്തുള്ളവർ അറിഞ്ഞാൽ അവരത് മുതലെടുക്കും. മൂന്നാമതൊരാൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാനുള്ള വാതിൽ തുറന്നുകൊടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള പരാതികൾ കേൾക്കാൻ പുറത്തൊരു കൂട്ടം ആളുകൾ കാത്തിരിക്കുമുണ്ടാകും. അവരാദ്യം നിങ്ങളെ ആശ്വസിപ്പിക്കും, പിന്നെ സാവധാനം നിങ്ങളുടെ മനസ്സിൽ വിഷം കലർത്തും. അവസാനം ആ ആശ്വാസം തരുന്ന വ്യക്തിയുമായി ഒരു തെറ്റായ ബന്ധത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. അതുകൊണ്ട് ചാണക്യനീതിയിലെ ആദ്യത്തെ പാഠം ഇതാണ്: നിങ്ങളുടെ കിടപ്പുമുറിയിലെ വർത്തമാനങ്ങൾ
നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പങ്കാളിയുടെ കുറവുകൾ, ഇതൊന്നും ഒരു കാരണവശാലും പുറത്തൊരാളോടും സ്വന്തം മാതാപിതാക്കളോട് പോലും അമിതമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ ബലഹീനത അറിയുന്നവനാണ് നിങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ ചതിക്കാൻ കഴിയുക. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധം ദൃഢമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചാണക്യൻ സൗന്ദര്യത്തിന് ഒട്ടും പ്രാധാന്യം നൽകിയിരുന്നില്ല. അദ്ദേഹം പറയുന്നു, ബാഹ്യ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോകുന്നവർ വിഡ്ഢികളാണ്. കണ്ണിന് കുളിർമ നൽകുന്ന സൗന്ദര്യം കുറച്ചു നാളുകൾ കഴിയുമ്പോൾ മാഞ്ഞുപോകും. പക്ഷേ മനസ്സിന്റെ സൗന്ദര്യം, ആന്തരിക ഗുണം, അത് കാലം കഴിയുന്തോറും തിളക്കം വർദ്ധിക്കും. ഇന്ന് പല വിവാഹങ്ങളും തകരാൻ കാരണം വിവാഹത്തിനു മുൻപ് സൗന്ദര്യത്തിനും പണത്തിനും നൽകുന്ന അമിത പ്രാധാന്യമാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും. അപ്പോൾ സൗന്ദര്യത്തിന് പ്രസക്തിയില്ലാതാകും. ചാണക്യൻ ചോദിക്കുന്നു, വിഷം കലർന്ന പാത്രത്തിൽ പാൽ വെച്ചാൽ നിങ്ങൾ കുടിക്കുമോ? ഇല്ല. പാത്രം സ്വർണത്തിൻ്റേതായാലും അതിനുള്ളിൽ വിഷമാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. അതുപോലെയാണ് സ്വഭാവദൂഷ്യമുള്ള പങ്കാളിയും. എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും വിനയവും സ്നേഹവുമില്ലാത്ത പങ്കാളി ജീവിതം നശിപ്പിക്കും. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പങ്കാളിയുണ്ട്, അവർക്ക് ചില കുറവുകളുണ്ട് എന്ന് കരുതുക. അവരെ ഉപേക്ഷിക്കാനാണോ ചാണക്യൻ പറയുന്നത്? അല്ല. അദ്ദേഹം പറയുന്നത് സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ്. എന്നാൽ വഞ്ചന കാണിക്കുന്ന, ധാർമ്മികതയില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ വിട്ടുവീഴ്ച പാടില്ല എന്നും അദ്ദേഹം കർശനമായി പറയുന്നു. സുഹൃത്തെ, ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്നറിയാമോ? അത് ഈഗോയാണ്. ഞാൻ എന്ന ഭാവം. ഞാനാണ് എല്ലാം ചെയ്യുന്നത്, എന്റെ വരുമാനമാണ് വലുത്, എന്റെ കുടുംബമാണ് വലുത് എന്ന ചിന്ത. ചാണക്യൻ പറയുന്നു, ഗൃഹസ്ഥാശ്രമത്തിൽ ഞാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു വണ്ടിക്ക് മുൻപിലെ ചക്രം വലുതും പിന്നിലെ ചക്രം ചെറുതുമായാൽ ആ വണ്ടി ഓടുമോ? ഇല്ല. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ആര് വലുത് ആര് ചെറുത് എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. രണ്ടുപേരും തുല്യരാണ്. ഒരാൾ മറ്റൊരാളുടെ നിഴലല്ല, മറിച്ച് വെളിച്ചമാണ്. എപ്പോഴാണോ ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണോ ഭാര്യ ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ അവിടെ ഒരു ദൈവീകമായ ബന്ധം രൂപപ്പെടുന്നു. ഇന്ന് പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയമില്ലാതെ ഫോണിൽ നോക്കിയിരിക്കുന്ന ഭർത്താവ്. ഈ അകലമാണ് വഞ്ചനയുടെ വിത്തുകൾ പാകുന്നത്. ചാണക്യൻ പറയുന്നു, ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യം സ്നേഹവും പരിഗണനയുമാണ്. അത് ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അവളത് മറ്റൊരിടത്ത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു പുരുഷൻ ഏറ്റവും ആവശ്യം സമാധാനവും ബഹുമാനവുമാണ്. വീട്ടിലെപ്പോഴും കലഹമാകുമ്പോൾ അവൻ സമാധാനം തേടി പുറത്തുപോകും. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് എന്താണോ വേണ്ടത് അത് നൽകാൻ നിങ്ങൾ തയ്യാറാവണം. അത് വലിയ സമ്മാനങ്ങളോ പണമോ ആകണമെന്നില്ല. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊരു വാക്ക്, അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ടുണ്ട് എന്നൊരു അഭിനന്ദനം, അതുമല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ്. ഇത് മതി ഒരു ബന്ധം ഉലയാതെ നിൽക്കാൻ. നമ്മൾ സംസാരിച്ചു തുടങ്ങിയതേയുള്ളൂ. ചാണക്യനീതിയുടെ വലിയൊരു സമുദ്രം നമ്മുടെ മുന്നിലുണ്ട്. അടുത്ത ഭാഗങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങൾ ദാമ്പത്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും, കിടപ്പുറയിലെ രഹസ്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കണമെന്നും, വിശ്വസ്തത എങ്ങനെ ഉറപ്പുവരുത്തണമെന്നും ചാണക്യൻ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവകരമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുകയാണ്. കേൾക്കാൻ തയ്യാറല്ലേ? ഇപ്പോൾ നമുക്ക് ദാമ്പത്യത്തിലെ ഏറ്റവും സെൻസിറ്റീവായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കാം. പണവും സമ്പത്തും. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നു, സമ്പത്തുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പുറത്തുവരിക. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? പലപ്പോഴും ദാരിദ്ര്യത്തിൽ നമ്മൾ ഐക്യത്തോടെ ജീവിക്കും. പക്ഷെ പണം വന്നു തുടങ്ങിയാൽ ആരുടെ സമ്പാദ്യമാണ് വലുത്, ആരുടെ സംഭാവനയാണ് കൂടുതൽ എന്ന വിഷവൃക്ഷങ്ങൾ മനസ്സിൽ വളരാൻ തുടങ്ങും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ദാമ്പത്യങ്ങളും പൊട്ടിത്തെറിക്കുന്നത് ഈ സാമ്പത്തിക അസൂയ കൊണ്ടാണ്. ഭർത്താവിന്റെ വരുമാനം കുറവാണെങ്കിൽ അവനെ അവഹേളിക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഭാര്യയോട് അസൂയപ്പെടുന്ന ഭർത്താവ്. ഇതൊക്കെ ചാണക്യൻ കണ്ട കാലത്തും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ചാണക്യൻ പറയുന്നു, സമ്പത്ത് കുടുംബത്തിൻ്റെതാണ്, ആരുടേതുമല്ല. ഈ വാക്യം കേട്ടാൽ ലളിതമായി തോന്നും. പക്ഷെ ഇതിലാണ് ദാമ്പത്യത്തിന്റെ മുഴുവൻ സാരാംശവും. ഭർത്താവ് സമ്പാദിക്കുന്ന ഓരോ രൂപയും അവന്റെ മാത്രമല്ല, ആ വീട്ടിലെ എല്ലാവരുടേതുമാണ്. അതുപോലെ ഭാര്യ ജോലിക്ക് പോയി സമ്പാദിക്കുന്ന പണവും അവളുടെ മാത്രമല്ല, കുടുംബത്തിൻ്റെതാണ്. എന്നാൽ ഇന്ന് എത്ര വീടുകളിൽ ഈ തത്വം പാലിക്കപ്പെടുന്നുണ്ട്? ഭർത്താവ് തന്റെ ശമ്പളം ഒഴിച്ചുവെക്കുന്നു, ഭാര്യ തന്റെ സമ്പാദ്യം വെറും തനിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. ഇതൊരു കുടുംബമല്ല, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പാണ്.
അവിടെ സ്നേഹത്തിന് സ്ഥാനമില്ല, പണത്തിന് മാത്രമേ ഉള്ളൂ. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, പണം ദാമ്പത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഉപാധിയാണ്, അല്ലാതെ വിഭജിക്കാനുള്ള ആയുധമല്ല. ഇനിയൊരു സുപ്രധാന കാര്യം, ചാണക്യൻ പറയുന്ന മറ്റൊരു സുവർണചട്ടം: ഭാര്യയെ പൊതുസ്ഥലത്ത് ഒരിക്കലും അപമാനിക്കരുത്, അതുപോലെ ഭർത്താവിനെയുമല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് പല ദമ്പതികളും പരസ്പരം അപമാനിക്കുന്ന പോസ്റ്റുകൾ ഇടുന്നു. ഭർത്താവിനെക്കുറിച്ച് പരിഹാസത്തോടെ പറയുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ കുറവുകൾ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയുന്ന ഭർത്താവ്. ചാണക്യൻ പറയുന്നു, ഇത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. കാരണം പൊതുസമൂഹത്തിൽ നിങ്ങൾ പങ്കാളിയെ അപമാനിക്കുമ്പോൾ അവർ നിങ്ങളോട് എന്നേക്കുമായി അകന്നുപോകും. ബഹുമാനം നഷ്ടപ്പെട്ട ബന്ധത്തിൽ സ്നേഹത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ വഴക്കുണ്ടെങ്കിലും അത് നിങ്ങളുടെ മുറിയിൽ തീർക്കുക. പുറത്ത് ഏത് സാഹചര്യത്തിലും പരസ്പരം ബഹുമാനിക്കുക. ഇത് കപടനാട്യമല്ല, മറിച്ച് ബന്ധത്തെ സംരക്ഷിക്കാനുള്ള ബുദ്ധിയാണ്. സുഹൃത്തെ, ഇപ്പോൾ നമുക്ക് ഏറ്റവും സെൻസിറ്റീവായ വിഷയത്തിലേക്ക് കടക്കാം: ശാരീരിക ബന്ധവും വിശ്വസ്തതയും. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ശാരീരിക ബന്ധം ഒരു പവിത്രമായ യജ്ഞമാണ്. അത് വെറും ശരീരസുഖത്തിനുള്ള മാർഗമല്ല, മറിച്ച് മനസ്സുകളെ കൂട്ടിയിണക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും ഈ വിഷയം തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഒരു വശത്ത് ഈ ബന്ധത്തെ ലജ്ജാകരമായി കാണുന്ന സമൂഹം, മറുവശത്ത് ഇതിനെ അമിതമായി പ്രാധാന്യം നൽകി ബന്ധം നിലനിർത്താൻ മാത്രമുള്ള ഉപാധിയായി കാണുന്ന ചിലർ. ചാണക്യൻ പറയുന്നത് രണ്ടും തെറ്റാണ് എന്നാണ്. ഈ ബന്ധം പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഫലമായി സംഭവിക്കണം, നിർബന്ധമായോ കടമയായോ അല്ല. ഇവിടെ ഒരു വലിയ പ്രശ്നം വരുന്നത് പുറത്തുനിന്നുള്ള പ്രലോഭനങ്ങളാണ്. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പഴയ പ്രണയങ്ങൾ തിരികെ വരുന്നു, പുതിയ ആകർഷണങ്ങൾ പിറവിയെടുക്കുന്നു. ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശം നൽകുന്നു. പരസ്ത്രീ മാതാസമഹ, പരദ്രവ്യം ലോഷ്ടവത്. അതായത് മറ്റുള്ളവരുടെ ഭാര്യയെയോ ഭർത്താവിനെയോ അമ്മയെപ്പോലെയും സഹോദരനെപ്പോലെയും കാണുക, അവരുടെ സമ്പത്തിനെ ചെളി പോലെ കാണുക. ഈ തത്വം എത്ര പേർ പാലിക്കുന്നു? ഒരു ഫേസ്ബുക്ക് മെസ്സേജ്, ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റ്, ഒരു വാട്സാപ്പ് ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഇങ്ങനെ തുടങ്ങുന്ന പല ബന്ധങ്ങളും ഒടുവിൽ കുടുംബങ്ങളെ തകർക്കുന്നു. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി ആജീവനാന്ത ശാന്തി നഷ്ടപ്പെടുത്തരുത്. എന്നാൽ വഞ്ചന എപ്പോഴും പുറത്തുനിന്നു മാത്രം വരുന്നതല്ല, അത് വീട്ടിനുള്ളിലെ അവഗണനയിൽ നിന്നും ഉണ്ടാകാം. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, ഭാര്യയോട് അശ്രദ്ധ കാണിക്കുന്ന ഭർത്താവും ഭർത്താവിന്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്ന ഭാര്യയും തങ്ങളുടെ ബന്ധത്തെ തന്നെയാണ് വിളിച്ചുകൂവി നശിപ്പിക്കുന്നത്. ഇത് വളരെ കൈപ്പേറിയ സത്യമാണ്, പക്ഷേ വാസ്തവവും കൂടിയാണ്. ഒരു ചെടി വളരണമെങ്കിൽ വെള്ളവും വളവും സൂര്യപ്രകാശവും വേണം. അതുപോലെ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ സമയവും ശ്രദ്ധയും സ്നേഹവും വേണം. വളരെ തിരക്കിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ പങ്കാളിയെ അവഗണിച്ചാൽ മറ്റൊരാൾ വന്ന് ആ ശൂന്യത നിറയ്ക്കും. അത് തെറ്റാണെന്നറിഞ്ഞിട്ടും അവഗണിക്കപ്പെട്ട ഒരു മനസ്സ് തേടുന്നത് ശ്രദ്ധയാണ്, സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി എത്ര തിരക്കുള്ളതായാലും, നിങ്ങളുടെ ബിസിനസ് എത്ര വലുതായാലും, ഓരോ ദിവസവും കുറച്ചു സമയമെങ്കിലും പങ്കാളിക്കായി നീക്കിവെക്കുക. ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക, ഒരു നടത്തം നടക്കുക, അല്ലെങ്കിൽ വെറുതെ 1-2 മിനിറ്റ് സംസാരിക്കുക. ചെറിയ കാര്യങ്ങളാണ് വലിയ ബന്ധങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് കുട്ടികളെക്കുറിച്ച് സംസാരിക്കാം. ചാണക്യൻ പറയുന്നു, കുട്ടികൾ ദമ്പതികളുടെ ബന്ധനമാണ്, പക്ഷേ അവർ മാത്രം ബന്ധനമായിരിക്കരുത്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വ്യക്തമാക്കാം. ഇന്ന് പല ദമ്പതികളും കുട്ടികൾ ജനിച്ചതിനു ശേഷം തങ്ങളെ തന്നെ മറന്നുപോകുന്നു. ഭാര്യ മുഴുവൻ ശ്രദ്ധയും കുട്ടികളിൽ കേന്ദ്രീകരിക്കുന്നു. ഭർത്താവ് പുറത്തുപോയി പണം സമ്പാദിക്കുന്നു. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണവും സ്നേഹബന്ധവും ക്രമേണ കുറഞ്ഞുപോകുന്നു. ഒടുവിൽ കുട്ടികൾ വളർന്നുപോയാൽ അവർ തമ്മിൽ നോക്കി നിൽക്കുന്ന രണ്ട് അപരിചിതരായി മാറും. ചാണക്യൻ പറയുന്നു, കുട്ടികളെ വളർത്തുക, എന്നാൽ നിങ്ങളുടെ ബന്ധത്തെ അവഗണിക്കരുത്. കുട്ടികളുടെ ഏറ്റവും നല്ല സമ്മാനം സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ്, വഴക്കിടുന്ന മാതാപിതാക്കളല്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടാണ് കുട്ടികൾ വളരേണ്ടത്. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കലെങ്കിലും കുട്ടികളെ മുത്തശ്ശിയുടെ വീട്ടിലോ മറ്റോ വിട്ടിട്ട് നിങ്ങൾ രണ്ടുപേർ മാത്രം സമയം ചിലവഴിക്കുക. ഇത് നിങ്ങളുടെ ബന്ധത്തെ പുതുക്കും, വീണ്ടും പ്രണയിക്കാൻ അവസരം നൽകും.
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വീട്ടുകാരുടെ ഇടപെടൽ. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, മാതാപിതാക്കളെയും ബന്ധുക്കളെയും ബഹുമാനിക്കുക, എന്നാൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ അവരെ ഇടപെടാൻ അനുവദിക്കരുത്. ഇത് ഇന്ത്യൻ സമൂഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ വിവാഹമെന്നത് രണ്ടു വ്യക്തികളുടേത് മാത്രമല്ല, രണ്ടു കുടുംബങ്ങളുടേതാണ്. പക്ഷെ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങളുടെ കിടപ്പമുറിയിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ അമ്മായിയമ്മയ്ക്കോ സ്ഥാനമില്ല. പല ദാമ്പത്യങ്ങളും തകരുന്നത് അമ്മായിയമ്മയുടെ ഇടപെടൽ കൊണ്ടോ ഭാര്യയുടെ വീട്ടുകാരുടെ അമിത ഇടപെടൽ കൊണ്ടോ ആണ്. എന്റെ മകനെ നീ ശരിയായി പരിചരിക്കുന്നില്ല എന്നോ എന്റെ മകൾക്ക് നീ മതിയായ പണം കൊടുക്കുന്നില്ല എന്നോ ഉള്ള പരാതികൾ. ചാണക്യൻ പറയുന്നു, ഇങ്ങനെയുള്ള ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ ദമ്പതികൾ തന്നെ ഒത്തൊരുമയോടെ എതിർക്കണം. അല്ലാതെ ഒരാൾ വീട്ടുകാരുടെ പക്ഷം പിടിച്ചാൽ ബന്ധം രണ്ടായി പിളരും. എന്നാൽ മാതാപിതാക്കളെ നിരാകരിക്കുകയുമല്ല ചാണക്യൻ പറയുന്നത്. അവരെ ബഹുമാനിക്കുക, അവരുടെ ഉപദേശങ്ങൾ കേൾക്കുക. എന്നാൽ അവസാന തീരുമാനം നിങ്ങളുടേതും നിങ്ങളുടെ പങ്കാളിയുടേതുമായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ കുടുംബം വളർത്തേണ്ടത്, മറ്റാരുമല്ല എന്ന് വ്യക്തമായി അറിയിക്കുക. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ സാധ്യമെങ്കിൽ പ്രത്യേകം താമസം ആരംഭിക്കുക. അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ അതിർവരമ്പുകൾ സൃഷ്ടിക്കുക. ഇത് മാതാപിതാക്കളോടുള്ള അനാദരവല്ല, മറിച്ച് നിങ്ങളുടെ ബന്ധത്തെ സംരക്ഷിക്കാനുള്ള ബുദ്ധിയാണ്. സുഹൃത്തെ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് വെറും സൈദ്ധാന്തികമായ കാര്യങ്ങളല്ല. ചാണക്യൻ പറഞ്ഞ ഓരോ നീതിയും പ്രായോഗികമായി നടപ്പിലാക്കാവുന്നതാണ്. പക്ഷേ അതിന് ഇച്ഛാശക്തി വേണം. സ്വന്തം അഹംഭാവത്തെ ഉപേക്ഷിക്കാനുള്ള മനസ്സ് വേണം. നിങ്ങളുടെ പങ്കാളിയെ ജയിക്കാനല്ല, മറിച്ച് സ്നേഹിക്കാനും മനസ്സിലാക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. വിജയിക്കാൻ ശ്രമിക്കുന്ന ഓരോ വഴക്കും ഓരോ തർക്കവും നിങ്ങളുടെ ബന്ധത്തെ ദുർബലമാക്കും. എന്നാൽ നമുക്കൊരുമിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന മനോഭാവം നിങ്ങളെ അടുപ്പിക്കും. ചാണക്യൻ പറയുന്നു, ദമ്പതികൾ പരസ്പരം എതിരാളികളല്ല, മറിച്ച് ഈ ലോകത്തിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന യോദ്ധാക്കളാണ്. നമുക്കിനിയും സംസാരിക്കാനുണ്ട്. അടുത്ത ഭാഗത്ത് പ്രായഭേദത്തിന്റെയും സാംസ്കാരിക വ്യത്യാസങ്ങളുടെയും പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിൽ ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും പ്രാധാന്യം, ചാണക്യൻ പറഞ്ഞ ശുദ്ധീകരണ തന്ത്രങ്ങൾ എല്ലാം വിശദമായി നോക്കാം. നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധയോടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സുഹൃത്തേ, നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. പണവും കുടുംബാംഗങ്ങളുടെ ഇടപെടലുകളും എങ്ങനെ ഒരു ബന്ധത്തെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ബന്ധത്തിന്റെ ദൈനംദിന നിലനിൽപ്പിനെ നിർണ്ണയിക്കുന്ന, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ചാണക്യൻ പറയുന്നത്, ഒരു കോട്ടയുടെ ഭിത്തികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത് വലിയ ഭൂകമ്പങ്ങൾ കൊണ്ട് മാത്രമല്ല, നിരന്തരമായി പെയ്യുന്ന മഴ കൊണ്ടുകൂടിയാണ് എന്നാണ്. അതുപോലെ ഒരു ദാമ്പത്യം തകരുന്നത് വലിയ വഴക്കുകൾ കൊണ്ട് മാത്രമല്ല, ദിവസേനയുള്ള ചെറിയ കുറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ, അവഗണനകൾ എന്നിവ കൊണ്ടാണ്. ഇവിടെയാണ് ചാണക്യൻ ക്ഷമ എന്ന മഹാമന്ത്രം നമുക്ക് ഉപദേശിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ക്ഷമയേക്കാൾ വലിയ തപസ്സില്ല, സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല, ദയയേക്കാൾ വലിയ ധർമ്മമില്ല. ഈ വാക്യത്തിൽ ദാമ്പത്യത്തിന്റെ വിജയരഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ പങ്കാളി ഒരു മനുഷ്യനാണ്, ദൈവമല്ല. തെറ്റുകൾ സംഭവിക്കാം. എല്ലാ ദിവസവും ഒരേപോലെ പെരുമാറാൻ കഴിഞ്ഞെന്നു വരില്ല. ചിലപ്പോൾ ദേഷ്യം വരാം, ചിലപ്പോൾ മറവി സംഭവിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾക്ക് പർവ്വതീകരിച്ച് വഴക്കിടുന്നത് ഒരു ബന്ധത്തെ സാവധാനം കൊല്ലുന്നതിന് തുല്യമാണ്. ചാണക്യൻ പറയുന്നു, ഒരു പുഴ ഒഴുകുമ്പോൾ അതിന്റെ വഴിയിൽ ചെറിയ കല്ലുകളും പാറകളും ഉണ്ടാകും. പുഴ ആ പാറകളെ തകർക്കാൻ ശ്രമിക്കാറില്ല, മറിച്ച് അതിനെ സ്നേഹത്തോടെ തലോടി ഒഴുകിപ്പോകുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ചൊല്ലി യുദ്ധം ചെയ്യാതെ ക്ഷമയോടെ അതിനെ മറികടക്കുക. പങ്കാളിയുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായാൽ അത് ക്ഷമിക്കുകയും പിന്നീട് ശാന്തമായ ഒരു നിമിഷത്തിൽ സ്നേഹത്തോടെ അത് തിരുത്തിക്കൊടുക്കുകയും ചെയ്യുക. എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ആ നിമിഷം തന്നെ പൊട്ടിത്തെറിക്കും. ആ ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നീട് എത്ര ഖേദിച്ചാലും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇവിടെയാണ് ചാണക്യന്റെ അടുത്ത പാഠം വരുന്നത്, വാക്കുകളുടെ ശക്തി. അദ്ദേഹം പറയുന്നു, അമ്പെയ്തു പോയ മുറിവ് കാലക്രമേണ ഉണങ്ങിയേക്കാം, എന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവ് ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ഉണങ്ങിയെന്നു വരില്ല. സുഹൃത്തെ, എത്ര സത്യമായ വാക്കുകളാണിത്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നിന്നെ വിവാഹം കഴിച്ച നിമിഷത്തെ ഞാൻ ശപിക്കുന്നു. നീ ഒന്നിനും കൊള്ളാത്തവനാണ്, കൊള്ളാത്തവളാണ്, നിന്റെ വീട്ടുകാർ അങ്ങനെയാണ്. ഈ വാക്കുകൾ ഒരു വിഷം പോലെയാണ്. അത് കേൾക്കുന്നയാളുടെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കും.
ആ മുറിവ് പിന്നെ ഉണങ്ങാൻ വളരെ പ്രയാസമാണ്. ചാണക്യൻ പറയുന്നത് ഒരു നല്ല പങ്കാളിയുടെ ലക്ഷണം പ്രിയവാദിനിയായിരിക്കുക എന്നതാണ്. അതായത് മധുരമായി സംസാരിക്കുന്നവൾ അല്ലെങ്കിൽ സംസാരിക്കുന്നവൻ. നിങ്ങളുടെ പങ്കാളിയെ പ്രശംസിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അവരുടെ ചെറിയ വിജയങ്ങളെപ്പോലും അഭിനന്ദിക്കുക. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക. സോറി, താങ്ക് യു, ഐ ലവ് യു. ഈ 3 വാക്കുകൾക്ക് ഒരു ദാമ്പത്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ ഈഗോ കാരണം പലരും ഈ വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ പങ്കാളിയോട് തോൽക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ വിജയമാണ്. ഇനി ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്ക് വരാം: താരതമ്യം. അവളുടെ ഭർത്താവ് അവൾക്ക് കാർ വാങ്ങിക്കൊടുത്തു. നിങ്ങൾ എനിക്ക് എന്താണ് വാങ്ങിത്തന്നത്? അവന്റെ ഭാര്യ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നീ എന്താ ഇങ്ങനെ? ഈ താരതമ്യങ്ങൾ ഒരു വിഷമാണ്. ചാണക്യൻ പറയുന്നു, മറ്റൊരാളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവൻ ഒരിക്കലും സന്തോഷവാനായിരിക്കില്ല. നിങ്ങളുടെ പങ്കാളിയെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അവരെ അപമാനിക്കുകയാണ്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളും കുറവുകളുമുണ്ട്. നിങ്ങളുടെ പങ്കാളിയിലുള്ള നന്മകളെ കാണാൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെർഫെക്റ്റ് ദമ്പതികളെ കണ്ട് നിങ്ങളുടെ ജീവിതത്തെ അളക്കരുത്. അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രമാണ് പുറത്തു കാണിക്കുന്നത്. അതിന്റെ പിന്നാമ്പുരങ്ങളിലെ കണ്ണുനീരും വഴക്കുകളും നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പൂന്തോട്ടത്തിലെ പൂക്കളെ പരിപാലിക്കുക, അല്ലാതെ അയൽക്കാരന്റെ പൂന്തോട്ടത്തിലെ പൂക്കളെ നോക്കി അസൂയപ്പെടാതിരിക്കുക. ചാണക്യൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രായവ്യത്യാസവും സാംസ്കാരിക വ്യത്യാസങ്ങളും. ഒരു ബന്ധത്തിൽ പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ചാണക്യൻ പറയുന്നത് പ്രായത്തേക്കാൾ പ്രധാനം മാനസിക പൊരുത്തമാണെന്നാണ്. ഒരേ ചിന്താഗതിയുള്ള, ഒരേ ജീവിത മൂല്യങ്ങളുള്ള വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാകും. എന്നാൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവർ വിവാഹം കഴിക്കുമ്പോൾ അവിടെ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായി തോന്നാം. ഇവിടെയാണ് പരസ്പര ബഹുമാനം ആവശ്യമായി വരുന്നത്. നിങ്ങളുടെ പങ്കാളിയുടെ സംസ്കാരത്തെയും രീതികളെയും പരിഹസിക്കാതെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. രണ്ടു കൂട്ടരുടെയും നല്ല വശങ്ങൾ ചേർത്തുവെച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്താൻ സാധിക്കും. ഓർക്കുക, ദാമ്പത്യമെന്നത് ഒരാൾ മറ്റൊരാളായി മാറലല്ല, മറിച്ച് രണ്ടുപേരും ചേർന്ന് നമ്മളായി മാറലാണ്. സുഹൃത്തേ, ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം. എല്ലാം നമ്മൾ മാത്രം സഹിച്ചാൽ മതിയോ? പങ്കാളി നമ്മളെ ചതിക്കുകയാണോ എന്ന് എങ്ങനെ അറിയും? ഇവിടെയാണ് ചാണക്യന്റെ ഏറ്റവും മൂർച്ചയേറിയ തന്ത്രം വരുന്നത്. അദ്ദേഹം പറയുന്നത് ഒരാളെ വിശ്വസിക്കുന്നതിനു മുൻപ് അവരെ പരീക്ഷിച്ചറിയണമെന്നാണ്. എന്നാൽ ഈ പരീക്ഷണം ചാരപ്രവർത്തനം പോലെയല്ല, മറിച്ച് നിരീക്ഷണത്തിലൂടെയാണ്. ചാണക്യൻ 4 കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറയുന്നു. 1. ധർമ്മം. ത്യാഗം ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ പങ്കാളി എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. അവർ സ്വാർത്ഥരാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണോ? 2. ധൈര്യം. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു? ഭയന്ന് പിന്മാറുകയാണോ അതോ ധൈര്യത്തോടെ ഒപ്പം നിൽക്കുകയാണോ? 3. സ്വഭാവശുദ്ധി. പണത്തോടും പ്രലോഭനങ്ങളോടുമുള്ള അവരുടെ മനോഭാവം എന്താണ്? അത്യാഗ്രഹമുള്ളവരാണോ? 4. ബന്ധങ്ങൾ. അവരുടെ സുഹൃത്തുക്കൾ ആരെല്ലാമാണ്? അവർ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഈ നിരീക്ഷണങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സംശയമല്ല, ജാഗ്രതയാണ്. പങ്കാളിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം അവരുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കുന്നത് വഞ്ചന ഒഴിവാക്കാൻ സഹായിക്കും. കാരണം വഞ്ചനയുടെ ലക്ഷണങ്ങൾ തുടക്കത്തിലേ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷേ ആ ബന്ധം രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകുന്നതിന് മുൻപ് ആ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ സാധിക്കും. നമ്മുടെ യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇതായിരിക്കാം: ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും വഞ്ചിക്കപ്പെട്ടാൽ എന്തു ചെയ്യും? ചാണക്യൻ അതിനും വ്യക്തമായ മറുപടിയുണ്ട്. ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ പാപമായ വഞ്ചനയെ എങ്ങനെ നേരിടണം? തകർന്ന ഒരു ബന്ധത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമോ അതോ ഉപേക്ഷിക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. സുഹൃത്തേ, നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു ദാമ്പത്യം എങ്ങനെ ശക്തിപ്പെടുത്താം, വഞ്ചന എങ്ങനെ ഒഴിവാക്കാം എന്നിവയെക്കുറിച്ചായിരുന്നു. എന്നാൽ ജീവിതം എപ്പോഴും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നയാൾ തന്നെ നമ്മളെ വഞ്ചിക്കാം. അത്തരമൊരവസ്ഥയിൽ ചാണക്യൻ എന്താണ് നമുക്ക് ഉപദേശിക്കുന്നത്?
ചാണക്യൻ പറയുന്നു, പാമ്പിനെ പോലെയുള്ളവരോടൊപ്പം ജീവിക്കുന്നത് മരണത്തിന് തുല്യമാണ്. ഈ വാക്യത്തിന്റെ അർത്ഥം വ്യക്തമാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് വഞ്ചന കാട്ടുകയാണെങ്കിൽ അവരുമായുള്ള ബന്ധം തുടരുന്നത് സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ചാണക്യൻ നമുക്കൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. സംശയം മാത്രം കൊണ്ട് ഒരു ബന്ധം തകർക്കരുത്, തെളിവുകൾ അന്വേഷിക്കുക. ഇന്ന് പലപ്പോഴും സംശയം മാത്രം കൊണ്ട് നമ്മൾ പങ്കാളിയെ കുറ്റം വിധിക്കുന്നു. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, അല്ലെങ്കിൽ വൈകി വീട്ടിലെത്തൽ, ഇതൊക്കെ കണ്ട് നമ്മൾ തുടങ്ങുന്ന സംശയങ്ങൾ പലപ്പോഴും അടിസ്ഥാനപരമായിരിക്കില്ല. അതുകൊണ്ട് സംശയം തോന്നുമ്പോൾ നേരിട്ട് സംസാരിക്കുക. പങ്കാളിയോട് വ്യക്തമായി ചോദിക്കുക. അവരുടെ വിശദീകരണം കേൾക്കുക. അതിനുശേഷവും സംശയം മാറുന്നില്ലെങ്കിൽ മാത്രം അടുത്ത നടപടികളിലേക്ക് പോകുക. എന്നാൽ വഞ്ചന സത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ ചാണക്യൻ പറയുന്നത് ആദ്യം പരിഗണിക്കേണ്ടത് വഞ്ചനയുടെ സ്വഭാവമാണെന്നാണ്. അതൊറ്റത്തവണ സംഭവിച്ച തെറ്റാണോ, അതോ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണോ? പങ്കാളി യഥാർത്ഥ അനുതാപം കാണിക്കുന്നുണ്ടോ, അതോ കുറ്റം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അനുസരിച്ചാണ് അടുത്ത തീരുമാനമെടുക്കേണ്ടത്. ഒരാൾ യഥാർത്ഥമായി പശ്ചാത്തപിക്കുകയും മാറാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചാണക്യൻ പറയുന്നു, ക്ഷമിക്കാനുള്ള അവസരം നൽകാം. എന്നാൽ ഒരിക്കൽ കടിച്ച പാമ്പ് രണ്ടാമതും കടിക്കാതിരിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. വഞ്ചനയെ പതിവായി ചെയ്യുന്നയാളെ ക്ഷമിക്കുക എന്നാൽ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബലിയർപ്പിക്കുകയാണ്. ഇവിടെയാണ് ചാണക്യന്റെ ഏറ്റവും കഠിനമായ എന്നാൽ ആവശ്യമായ ഉപദേശം വരുന്നത്. ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുക. അദ്ദേഹം പറയുന്നു, ആത്മാഭിമാനം നഷ്ടപ്പെട്ട മനുഷ്യൻ ജീവനോടെ ഇരുന്നിട്ടും ഒരു മൃതശരീരം മാത്രമാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ആവർത്തിച്ച് അപമാനിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വികാരങ്ങളെ വിലകെട്ടതാതിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തെ പലതവണ ചതിക്കുകയാണെങ്കിൽ അവിടെ നിലനിൽക്കുന്നത് സഹിഷ്ണുതയല്ല, മറിച്ച് ഭീരുതയാണ്. ചാണക്യൻ പറയുന്നു, ഒരു ബന്ധം വിട്ടുപോരുന്നത് ബലഹീനതയല്ല, ചിലപ്പോൾ അത് ഏറ്റവും ധൈര്യമായ തീരുമാനമാകാം. എന്നാൽ ഈ തീരുമാനം ദേഷ്യത്തിലോ പ്രതികാരബുദ്ധിയിലോ എടുക്കരുത്. ശാന്തമായി എല്ലാം പരിഗണിച്ചു കഴിഞ്ഞ് ആത്മസംരക്ഷണത്തിനായി മാത്രം ആ തീരുമാനമെടുക്കണം. സുഹൃത്തെ, ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ ചാണക്യന്റെ ഉപദേശങ്ങളിലെ യഥാർത്ഥ സൗന്ദര്യം പോസിറ്റീവ് വശത്താണ്. ഒരു ദാമ്പത്യം എങ്ങനെ ഒരു സ്വർഗമാക്കി മാറ്റാം എന്ന് അദ്ദേഹം നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. ചാണക്യൻ പറയുന്ന സ്വർഗീയ ദാമ്പത്യത്തിന്റെ ചില അടയാളങ്ങളുണ്ട്. രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ സമയമുണ്ടാകും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തും. എന്തെങ്കിലും നേടുമ്പോൾ അത് ഒരുമിച്ച് ആഘോഷിക്കും. പരാജയപ്പെടുമ്പോൾ ഒരുമിച്ച് കരയും. വീട് എന്ന സ്ഥലം അഭയകേന്ദ്രമായി അനുഭവപ്പെടും. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആയിരിക്കാൻ കഴിയും. ഭാവി ആസൂത്രണം ചെയ്യുമ്പോൾ അതിൽ പങ്കാളി ഉൾപ്പെട്ടിരിക്കും. മാത്രമല്ല, നിശബ്ദതയിൽ പോലും സുഖകരമായ ഒരനുഭൂതി ഉണ്ടാകും. ഇതാണ് ചാണക്യൻ സ്വപ്നം കണ്ട ദാമ്പത്യം. അത് എത്തിപ്പിടിക്കാനാവാത്ത ഒരു സ്വർഗമല്ല, മറിച്ച് പ്രയത്നത്തിലൂടെ സൃഷ്ടിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ ദിവസവും ചെറിയ ചെറിയ പ്രയത്നങ്ങളിലൂടെ, സ്നേഹത്തിന്റെ പുതിയ തളിരുകൾ മുളപ്പിക്കുന്നതിലൂടെ, പരസ്പര ബഹുമാനത്തിലൂടെ, ക്ഷമയിലൂടെ നമുക്ക് ഈ സ്വർഗം നമ്മുടെ വീടിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാൻ കഴിയും. ചാണക്യൻ പറയുന്നു, സ്വർഗം മരണം ശേഷം അന്വേഷിക്കുന്നവർ വിഡ്ഢികളാണ്. നല്ല പങ്കാളിയുടെ സാന്നിധ്യത്തിൽ സ്വർഗം ഇവിടെ തന്നെയുണ്ട്. സുഹൃത്തെ, നമ്മുടെ ഈ യാത്ര അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. ചാണക്യന്റെ ഉപദേശങ്ങൾ വെറും വാക്കുകൾ മാത്രമായി അവശേഷിക്കാൻ അനുവദിക്കരുത്. അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇന്നു മുതൽ നിങ്ങളുടെ പങ്കാളിയോട് അല്പം കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുക. അവരുടെ ചെറിയ നന്മകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം തെറ്റുകൾ സമ്മതിക്കുക. നിങ്ങളുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു സ്വർഗം നിർമ്മിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ലോകത്ത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയാണ്. ആ അനുഗ്രഹത്തെ സംരക്ഷിക്കുക, വിലമതിക്കുക, ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. ചാണക്യൻ പറഞ്ഞ ഒരു വാക്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ധർമ്മേച്ച അർത്ഥേച്ച കാമേച്ച മോക്ഷേച്ച ഭരദർഷഭ യദി ഹാസ്തി തദന്യത്ര യന്നേഹാസ്തി ന തത്ക്വചിത്. അർത്ഥം, ധർമ്മം, സമ്പത്ത്, പ്രണയം, മോക്ഷം ഇവയെല്ലാം ഒരു നല്ല കുടുംബത്തിനുള്ളിൽ ലഭിക്കും. അവിടെയില്ലാത്തത് മറ്റെവിടെയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക. നിങ്ങളുടെ പങ്കാളിയെ വിലമതിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തെ ഒരു വിശുദ്ധ യജ്ഞമായി കാണുക. അപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് സമാധാനവും
സന്തോഷവും സാക്ഷാത്കരിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ ഇത്തരം ഉപയോഗപ്രദമായ ഉള്ളടക്കങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങളുടെ ദാമ്പത്യം സന്തോഷകരവും ശാന്തിപൂർണവുമായിരിക്കട്ടെ എന്നാശംസിക്കുന്നു. വീണ്ടും കാണാം പുതിയ വിഷയവുമായി. നന്ദി.